ചേട്ടാ ഇത് വന്നത് ഒരു കവർ സാധനമായിട്ടാണ് കേട്ടോ. ഞാൻ ഓടിപ്പോയി തന്നെ അത് വാങ്ങിയിട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ കവറൊന്ന് പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് അറിയാനായിട്ട്. അങ്ങനെ ദേ പരിപ്പ്, കടല, കുറച്ച് ബിസ്ക്കറ്റ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെ അതെല്ലാം പരിപ്പിറക്കി എടുത്ത് മീനുമായിട്ട് അങ്ങ് പോവുകയാണ്. നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് പിന്നെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. മക്കൾക്ക് വറുക്കാനായിട്ടുള്ള മീനൊക്കെ ഒന്ന് മാറ്റി വെച്ച് പിന്നെ പെട്ടെന്ന് തന്നെ അതിലേക്ക് മസാലയൊക്കെ മാക്കിയെടുത്തു. അപ്പോഴേക്കും കുരുമുളക് പൊടി തീർന്നു പോയി. പിന്നെ പെട്ടെന്ന് അതൊക്കെ പൊടിച്ചെടുത്തു, അതിലേക്ക് വാരിപ്പിറക്കി ഇട്ടു. പെട്ടെന്ന് തന്നെ ചടപട എല്ലാം കൂടി ഒന്ന് മിക്സാക്കി വെച്ചു. പിന്നെ ഞങ്ങൾക്കുള്ള മീനിൻ്റെ ഒരു കൂട്ടൊക്കെ തയ്യാറാക്കി എടുത്തു. ദേ അരപ്പൊക്കെ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ ഓണത്തിന് അത്തപ്പൂക്കൾ ഇടുന്ന മാതിരി ദേ എല്ലാ പച്ചക്കറികളും വെട്ടിത്തുണ്ടാക്കി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ നമ്മൾ അത്തപ്പൂക്കൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കൂ. ആ ഒരു സമയം കൊണ്ട് മീൻ വറുക്കാനായിട്ട് ഇട്ടു. അപ്പോഴേക്കും മണം ഒഴിച്ച് ഒരാളും എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മീൻ കറി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഉപ്പ് നോക്കാം. അടിപൊളി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കവറിനകത്തുള്ള സാധനങ്ങൾ മാറ്റിയപ്പോഴട്ടോ അതിനകത്ത് സപ്പോർട്ട് ഇരിക്കുന്നത് കണ്ടേ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ആരും കാണാതെ പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് കഴിച്ചു. പിന്നെ മീൻ വറുത്തതും മീൻ കറിയെ കൂടി ഞങ്ങൾ ചോറും കഴിച്ചു.